പത്തനംതിട്ടയിൽ ഒഴിവില്ലാത്ത തസ്തികയിലേക്ക് സർക്കാർ ജീവനക്കാരിയെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് NGO സംഘ് പരാതി നൽകി. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി NGO സംഘ് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് ഹെഡ് ക്ലർക്കായ സ്മിതമോൾക്കാണ് സ്ഥലം മാറ്റ നടപടി നേരിടേണ്ടി വന്നത്. തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായിരുന്നു സ്മിതമോൾ. ഇവിടെ ജോലി ചെയ്തത് 4 മാസം മാത്രം. ഡിസംബർ 21-ന് സ്ഥലമാറ്റ ഉത്തരവ് വന്നു. കോയിപ്പുറം പഞ്ചായത്തിലേക്കാണ് സ്ഥലമാറ്റം. ഇന്നാണ് ജോലിയിൽ പ്രവേശിക്കേണ്ടത്. കോയിപ്പുറം പഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിക്കാനെത്തിയപ്പോൾ ഇവിടെ പഞ്ചായത്ത് ക്ലർക്ക് തസ്തികയിൽ ഒഴിവില്ല. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ശമ്പളത്തെയും അനുവദനീയ അവധികളെയുമെല്ലാം ബാധിക്കും. ജോലി പ്രതിസന്ധി നേരിട്ട സ്മിതമോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. NGO സംഘ് പ്രവർത്തകയാണ് സ്മിത. ഇത് ഇടത് സർവീസ് സംഘടനയുടെ രാഷ്ട്രീയ വൈദ്യത്തിന് കാരണമായതായി സ്മിതമോൾ പറയുന്നു. ഇപ്പോൾ ഉച്ചയാവുമല്ലോ, ഉച്ച കഴിഞ്ഞാൽ സർവീസ് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ബാക്കി എന്താണെന്ന് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ജോയിൻ ചെയ്യണമെന്നുള്ളതാണ്. അല്ലെ ഇന്ന് വൈകുന്നതിന് മുമ്പെങ്കിലും എനിക്കതിനുള്ളൊരു അവസരം കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരു ഓഫീസിൽ. എൻ്റെ ആവശ്യം ഇപ്പോൾ അതാ, സർവീസ് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി. സ്മിതമോളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി NGO സംഘ് സംഘടനാ ഭാരവാഹികളും രംഗത്തുണ്ട്. ഇടത് സർവീസ് സംഘടനയുടെ രാഷ്ട്രീയ പകപോക്കലിന് സ്മിതമോൾ തുടർച്ചയായി ഇരയാക്കപ്പെടുകയാണെന്ന് NGO സംഘ് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. 4 മാസം മുമ്പാണ് സ്മിതമോൾ അയിരൂർ പഞ്ചായത്തിൽ നിന്ന് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലേക്ക് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ HSC തസ്തികയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ HSC തസ്തികയിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് തന്നെ അവിടുത്തെ സെക്രട്ടറി, അത് KGO യൂണിയൻ്റെ ജില്ലാ ഭാരവാഹിയാണ്, അത് വ്യക്തിപരമായിട്ട് സ്മിതമോളെ ഉപദ്രവിക്കുന്ന രീതി തന്നെ അന്ന് മുതൽ പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഭരണസമിതിയിലിരുന്ന ആൾക്കാരും ഈ സെക്രട്ടറിയോട് ഒത്തുകളിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളെ അവിടെ HSC ആയിട്ട് തുടരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടി അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് കേരള NGO സംഘ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് സ്മിതമോൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ സ്മിതമോളെ അവിടെ മാനസികമായിട്ട് ഒരു ഉപദ്രവിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ സെക്രട്ടറി ഓരോ നിലപാടുകൾ എടുത്തുകൊണ്ടിരുന്നത്. NGO സംഘ് ഈ സ്മിതമോൾക്ക് വ്യക്തമായിട്ട് എവിടെയെങ്കിലും ജോയിൻ പറ്റുന്നത് വരെ, അതിന് ഉത്തരവ് ഇറങ്ങുന്നതുവരെ കേരള NGO സംഘ് ശക്തമായ പ്രതിഷേധമായിട്ട് സ്മിതമോൾക്കൊപ്പം തന്നെ ഉണ്ടാവും. നിലവിലുള്ള ഉത്തരവിൽ മാറ്റം വരാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സ്മിതമോൾ. ജനം, പത്തനംതിട്ട.